സെന്റ് ജോസഫ്സ് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിനിയും മുൻ അധ്യാപികയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രിയുമായ ശ്രീമതി കെ. എ. തുളസിക്ക് കോളേജ് മാനേജ്മെന്റും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ചേർന്ന് ആദരവൊരുക്കി. ക്യാമ്പസിലെത്തിയ മന്ത്രിയെ പൊന്നാടയും ഉപഹാരവും നൽകിയാണ് കോളേജ് അധികൃതരും സഹപാഠികളും ചേർന്ന് സ്വീകരിച്ചത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ശ്രീമതി ടെസ്സി വർഗീസ് മന്ത്രിയെ പൊന്നാട അണിയിച്ചപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിനി ടീനു പോൾ ആലപ്പാട്ട് ഉപഹാരം സമ്മാനിച്ചു. തന്റെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സെന്റ് ജോസഫ്സ് കോളേജ് നൽകിയ വലിയ സ്വാധീനത്തെയും പ്രോത്സാഹനത്തെയും കുറിച്ച് മന്ത്രി കെ. എ. തുളസി ചടങ്ങിൽ ഓർത്തെടുത്തു. സർക്കാർ പ്രതിനിധി എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന വിവിധ ഫലപ്രദമായ പദ്ധതികളെക്കുറിച്ചും അവയുടെ സാധ്യതകളെക്കുറിച്ച് യുവതലമുറ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മന്ത്രി വിശദമായി സംസാരിച്ചു. സെന്റ് ജോസഫ്സ് കോളേജിൽ 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഋതു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായുള്ള ഋതുമുറ്റം ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. തുമ്പപ്പൂക്കൾ നിറഞ്ഞ കോളേജ് മുറ്റത്ത് തുളസിത്തൈ നട്ടുകൊണ്ടാണ് മന്ത്രി മാതൃകാപരമായ ഉദ്ഘാടനകർമ്മം പൂർത്തിയാക്കിയത്. അപ്പോൾ ഇതേപോലെ വേദി പങ്കിടാൻ വരുന്നത് ഇതേപോലെ വേദി പങ്കിടാൻ എനിക്ക് അവസരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക ഞാൻ ആഗ്രഹിക്കുന്നു. മാനേജ്മെന്റിനെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിരുന്നു. വളരെ സന്തോഷത്തോടുകൂടെ നല്ലൊരു കുട്ടിയായിരുന്നു ഞാൻ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതായിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട സ്വന്തമായി തന്നെ അതൊരു ജീവിതത്തിന്റെ ആളാണ് യേശു ക്രിസ്തു അല്ലെങ്കിൽ യേശുദേവൻ എന്ന് നമുക്ക് അതുപോലെ തന്നെ എൻ്റെ ഒച്ച കുറച്ച് അടഞ്ഞിട്ട് ഈ ഒരു പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു പരിപാടിയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഈ കോളേജിൽ വന്നിരുന്നു. അന്ന് എൻ്റെ വാർഡനായിരുന്ന സിസ്റ്റർ ക്രോസ് ക്ലാസ്സിന് ഉൾപ്പെടെയുള്ള സിസ്റ്റേഴ്സിനെ കാണാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പം 2 വർഷം പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയത്തിനും ഇടയില്ലാതെ പറയാൻ കഴിയും സെന്റ് ജോസഫ്സ് കോളേജ് എന്നെനിക്ക് അടിവരയിട്ടുകൊണ്ട് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ കോളേജിൽ ഞാൻ എത്തിച്ചേരുന്നത് ഒരു അഡോളസെന്റ് സ്റ്റേജിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡോളസെന്റ് സ്റ്റേജിൽ നമുക്ക് പലതരത്തിലുള്ള മാനസിക വികാരങ്ങളുള്ള സമയമാണ്. പല പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ വീണു പോകാവുന്ന സാഹചര്യങ്ങളുള്ള ഒരു പ്രായം കൂടിയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ കോളേജിൽ എത്തിച്ചേർന്നപ്പോൾ സൗത്തിൽ ലക്ഷ്മി മിസ്സിനെ പോലുള്ള അധ്യാപകർ, അവരെല്ലാവരും അതുപോലെ സിസ്റ്റേഴ്സ്, അവരെല്ലാവരും തന്നെ നിരന്തരമായിട്ട് നമ്മളോട് സംവേദിക്കുന്നത് കൊണ്ട് മറ്റൊന്നിലേക്കും വഴിതിരിഞ്ഞു പോകാതെ നമ്മുടെ ചിന്തകളെ ഈ പഠനത്തിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്താനായി ഈ കോളേജ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് മലയാള മീഡിയത്തിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറിയപ്പോൾ സെന്റ് ജോസഫിലേക്ക് വന്നപ്പോൾ എനിക്ക് തുടക്കത്തിലൊക്കെ കുറച്ച് ഭയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെൽഫ് ഇൻട്രഡക്ഷൻ നടന്ന സമയത്ത് ടീമിനൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് തോന്നി നമ്മൾ ഭാഷ പഠിക്കാതെ നമുക്ക് നിർവാഹമില്ല. സാവത്തിൽ ലക്ഷ്മി മിസ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ മീനാക്ഷി തമ്പാർ മിസ്സും, ഇവർ 2 പേരും നമ്മുടെ ജീവിതത്തിൽ ഭാഷയുടെ ആ ഒരു സ്വാധീനവും അത് കൂടുതൽ പദസമൃദ്ധകൾ നമ്മുടെ ഓർമ്മയിലേക്കും ബുദ്ധിയിലേക്കും എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ നിരന്തരമായിട്ട് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ മലയാള ഫിലിപ്പിൻ മിസ് ഉൾപ്പെടെ നമ്മൾ നിരന്തരം ഈ ഗ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പെൻഡൻസി ഒരുപാടുണ്ട്. അത് അരിയേഴ്സ് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1-2 മാസത്തിനുള്ളിൽ അത് അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മിനിസ്റ്റർ എന്നുള്ളതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ വകുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറെ വർഷങ്ങളായി നമ്മുടെ വകുപ്പിന്റെ ജില്ലാ ഓഫീസുകൾ അതുപോലെ തന്നെ സംസ്ഥാനത്ത് 3 ഡയറക്ടറേറ്റുകളാണ് എൻ്റെ വകുപ്പിന്റെ കീഴിലുള്ളത്. അപ്പൊ അതിലൊക്കെ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ ഏറ്റവും സമയബന്ധിതമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ജൂലൈ മാസം 29, 30, 31 തീയതികളിൽ നമ്മളൊരു വലിയ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വകുപ്പിന്റെ കീഴിൽ ഏതെങ്കിലുമൊക്കെ അപേക്ഷകൾ കൊടുത്ത് പരാതികൾ കൊടുത്ത് കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാസം നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ അദാലത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇന്ന് വന്ന പരാതികൾ ഇന്നോ നാളെയോ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്.